ഇപ്പൊ പോലും എനിക്ക് പറയാനുള്ള കംപ്ലീറ്റ് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. നിലപാടില്ല നാടില്ല ഇതൊന്നും ചർച്ചയിലില്ലേ? ഞങ്ങളെ മിസ്റ്റേക്ക് അല്ല, യുവർ മിസ്റ്റേക്ക്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. സത്യം പറഞ്ഞ സീസണിൽ എന്ത് തേങ്ങ ഉണ്ടായിരുന്നത്. അവിടെ ഇരുന്ന് ഞങ്ങൾക്കറിയാം എത്രത്തോളം എന്റർടൈനിങ് ആയിരുന്നു ഞങ്ങളെ സീസൺ എന്നുള്ളത്. അല്ലാതെ ഞങ്ങളെ സീസണിൽ ആരും ഇല്ലാന്നാണ്. ഇപ്പോഴും ജിന്ന ചേട്ടൻ പെണ്ണുപിടിയനാണ്, അതാണ് ഇതാണ് പറഞ്ഞല്ലോ. ആരോപണം ഉണ്ടാവുന്നതിനല്ല എന്താ പറയുന്നത്? സെക്കൻഡ് സീസണിലും തേർഡ് സീസണിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു. നിങ്ങളുടെ സീസണിൽ ആകെ ട്രാവൽ ചെയ്ത കണ്ടന്റ് എന്ന് പറയുന്നത് ഗബ്രി ജാസ്മിന്റെ പ്രണയവും വാഴത്തോട്ട് ആരോപണവും മാത്രം ഫോക്കസ് ചെയ്തതിന് എനിക്കൊന്നും പറയാനില്ല. ജാസ്മിൻ ഗബ്രിന്റെ ഫ്രണ്ട്ഷിപ്പ് അവര് ആഫ്റ്റർ ബിഗ് ബോസും കീപ്പ് ചെയ്തത് ഒരു ഓർത്ത് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ദിസ് ഇസ് നോട്ട് ഗുഡ്. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. പറഞ്ഞു തീർത്തോട്ടെ. ഈ രേണുസുതി ഇപ്പോ ബിഗ് ബോസിന്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ, ബിക്കോസ് അതൊരു സ്മാർട്ട് മൂവ് ആണ്. ഓരോരോ പ്രോഗ്രാംസ് എന്താണോ അതൊക്കെ അവർ ഓൾറെഡി റെക്കോർഡ് ചെയ്യും. എവറി വീക്കെൻഡിൽ പറയാനുള്ളത് ഞാൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ എവിക്റ്റ് ആവുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഓൾറെഡി എടുത്തു വെച്ചിട്ടാണ് അവർ പോവുക. അത് എവറി വീക്കെൻഡ് അവരെ PR ടീം അപ്ലോഡ് ചെയ്യുക. രേണുസുതിക്ക് അവിടെ ഗെയിം കളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഐ എം നോട്ട് എ ഫാൻ ഓഫ് രേണുസുതി. ഓക്കെ, ഞാൻ അവരുടെ ഫാൻ ഒന്നല്ല. ഇവിടെ കണ്ടസ്റ്റൻസ് ഒന്നും ചെയ്യുന്നില്ല, ബിഗ് ബോസ് ആണ് കളിക്കുന്നത്. ഈ വീക്കിലെ എവിക്ഷനിൽ ആര് പോവാനാണ് ചാൻസ് എന്ന് അതിന് ഓർക്ക് തോന്നണം. Hey, hello, welcome to Movie World Media Presents Fame Game. ഫെയിം ഗെയിമിൽ ഇന്നത്തെ എപ്പിസോഡ് 2-ൽ മലയാളം ബിഗ് ബോസ് സീസൺ 7-ലെ ഇതുവരെയുള്ള എപ്പിസോഡുകൾ, ഇതുവരെയുള്ള സംഭവ വികാസങ്ങൾ ബിഗ് ബോസ് സീസൺ 6-ലെ ഒരു പ്രധാനപ്പെട്ട കണ്ടസ്റ്റന്റിനൊപ്പം ഇരുന്നുകൊണ്ട് റിവ്യൂ ചെയ്യുക, അനാലിസിസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രൗഡലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നോറ മുസ്കാൻ. നമസ്കാരം. ഇതുവരെയുള്ള സീസണിലെ എപ്പിസോഡുകൾ കണ്ടോ, ലൈവ് കാണുന്നുണ്ടോ? ഞാൻ ലൈവ് കാണുന്നുണ്ട്, എപ്പിസോഡും കാണുന്നുണ്ട്. ഒബ്വിയസ്ലി ഞാൻ ബിഗ് ബോസിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നല്ലോ, അപ്പം അപ്കമിങ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ അനലൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇതുവരെ സീസൺ 7? സോഫാർ എന്താന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടില്ല. ബട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് നോക്കാം എങ്ങനെ പോകും. ഇതുവരെയുള്ള ആരുടെ ഗെയിമാണ് കുറച്ചും കൂടെ ഒരു കുറച്ച് വെറുപ്പിക്കലാണെങ്കിൽ പോലും എനിക്ക് അനീഷിന്റെ ഗെയിം ഇഷ്ടം. I'm not telling he is not irritating, but irritating ആണ്. ബട്ട് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ വേറെ ഒന്നും ഞാൻ കാണുന്നില്ല. ആളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുന്നുള്ളൂ. പിന്നെ ഈ മലയാളം അറിയാത്ത ഒരാൾ മലയാളം പറയുമ്പോഴുള്ളൊരു രസവും ഫണ്ണും ആൻഡ് അതുകൊണ്ട് ഗിസേലോ കണ്ടിരിക്കാൻ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയി തോന്നുന്നത്. അങ്ങനെ ഈ നെവിന്റെ ഗെയിമിനെ പറ്റിട്ട് എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്ക് ആളുടെ ഗെയിമില് കുറച്ച് ജാൻമണി ചേച്ചി, കുറച്ച് റിയാസ്, കുറച്ച് എല്ലാ കണ്ടസ്റ്റൻസിനെയും കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അപ്ലൈ ചെയ്ത മാതിരി തോന്നുന്നുണ്ട്. ബട്ട് വാവ് ആയിട്ട് തോന്നില്ല. എന്നാലും ക്രൂക്കഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? ക്രൂക്കഡ് ആയിട്ട് തോന്നില്ല, ഒരു ഇന്നോസെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ ലൈവില് കാണുന്നതും എപ്പിസോഡിൽ കാണുന്നതും അല്ലാതെ നമ്മൾ നേരിട്ട് അവിടെ എങ്ങനെയായിരിക്കും, എങ്ങനെയൊക്കെ പോർട്രേ ആവും എന്നുള്ളൊരു ഇത് നമുക്ക് അറിയാലോ. അതുകൊണ്ട് പിന്നെ ഞാൻ അധികം ടോട്ടലി ഭയങ്കരമായിട്ട് ജഡ്ജ് ചെയ്യുന്നില്ല. ഇതൊരു ഗെയിമാണ്, ആര് ഗെയിം കളിക്കുന്നുണ്ട് അത് മാത്രമേ നോക്കുന്നുള്ളൂ. ഈ സീസണിലാണെങ്കിൽ നോറ 2 എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ പറയുന്നുണ്ട്. നോറ കണ്ടായിരുന്നു അത്? കാരണം ഒരുപാട് വീഡിയോസിന്റെ കോമെന്റ്സിലൊക്കെ ആണെങ്കിലും ഇത് നോറ തന്നെ, ഇത് നോറ 2.0 എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോമെന്റ്സ് കണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് ഞാൻ പറയണേ. എപ്പോഴും നോറയെ പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ബട്ട് ആ കണ്ടസ്റ്റന്റ് കോഴിക്കോട് നിന്നാണ്. അപ്പം മേ ബി ഞങ്ങളുടെ വേ ഓഫ് ടോക്ക് സ്ലാങ് സിമിലർ ആയിരിക്കും, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പൊ അനീഷാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എന്റർടൈനിങ് ആയി തോന്നിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടതെന്നല്ല, എന്റർടൈനിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വന്നപ്പോ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എഴുത്തുകാരനാണ്, സ്ത്രീ വിരുദ്ധനാണ്, അതുകൊണ്ട് അയാളിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് നമ്മള്. പക്ഷെ അതിൽ നിന്നൊക്കെ വിരുദ്ധമായിട്ട് പുള്ളി ഈ ഹൗസ് ചുറ്റും ഇങ്ങനെ പ്രദക്ഷിണം വെക്കുന്ന പോലെ നടക്കുക എന്നുള്ളതല്ലാതെ എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അവിടെ ബാക്കിയുള്ള അത്രയും കണ്ടസ്റ്റൻസിനെ അയാൾക്ക് പ്രൊവോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതായത് അയാൾ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നുണ്ടെങ്കിലും അയാൾ കളിക്കുന്ന ഇൻഡിവിജ്വൽ ഗെയിമിനെ ഞാൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഈവൻ ഇഫ് ഒരാൾ വന്ന് ഗ്രീറ്റ് ചെയ്യുമ്പോൾ അയാൾ തിരിച്ച് മറുപടി പറയുന്നില്ല, അതിനൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് അയാൾ ചെയ്യുന്നത് ശരിയാണ്. ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന വേറെ, അവള് അത് ദാറ്റ് ഡസന്റ് മീൻസ് നമ്മൾ ബാക്കി ആരോടും സംസാരിക്കരുതെന്ന്. അയാള് എല്ലാം സംസാരിക്കുന്നില്ല, ഒരാളോട് ഇപ്പൊ ഒരു മറുപടി പറയുന്നില്ല, ഇതെല്ലാം ശരിയാന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സോഫാർ
ബാക്കിയുള്ളവരെ പ്രൊവോക്ക് ചെയ്തിട്ട് ഇപ്പം എന്താ പറയാ ഒന്നല്ലെങ്കിൽ ഒന്ന് ആലോചിക്കും ഫസ്റ്റ് ക്യാപ്റ്റൻ അയാളായിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ സ്മാർട്ട് വർക്ക് ആണ് അവിടെ. അത് സ്മാർട്ട് വർക്ക് എന്ന് പറയാൻ പറ്റില്ല, അതൊരു ലക്ക് ഫാക്ടർ ആയിരുന്നല്ലേ, അല്ലല്ല ലക്കല്ല. കാരണം എന്താ വെച്ചാല് ഏഴിന്റെ പണിയാണ്, നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ അല്ല എന്നുള്ള എല്ലാ ഹിന്റുകളും ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. അപ്പൊ പിന്നെ അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റന്റും ആലോചിക്കണ്ടേ ഇതിലെന്തോ ഏഴിന്റെ പണി ഉണ്ട്, അത് ആലോചിക്കാതെ ആരെ മിസ്റ്റേക്ക് ആണ്, ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിന്റെ അല്ലേ. അതും ഒരു പരിധിവരെ ശരിയായിരിക്കാം. പക്ഷെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള ആളുകളെ ലീഡ് ചെയ്യേണ്ട ഒരു വിധം ഉണ്ടല്ലോ. ഒരു അൾട്ടിമേറ്റ്ലി ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡോമിനേറ്റിംഗ് കപ്പാസിറ്റി അയാൾക്ക് ഉണ്ടാവണമല്ലോ നാച്ചുറലി. അതെനിക്കുള്ളതുപോലെ തോന്നിയല്ലേ. അതാണ് എനിക്ക് തോന്നുന്നു അപ്പാനി സ്ഥലത്ത് ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ ബൈ ഡിഫോൾട്ട് ഇപ്പൊ ക്യാപ്റ്റൻ എന്ന് വിചാരിച്ചിട്ടാ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അനീഷിന് അങ്ങനെ ഒരു ക്യാപ്റ്റൻ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇതുവരെ. ഞാൻ ക്യാപ്റ്റൻ ക്വാളിറ്റി ഉണ്ടെന്ന് ഞാനും പറഞ്ഞിട്ടില്ല. കാരണം ബിബിയിൽ വന്നിട്ട് എല്ലാരും ഭരിക്കുക എന്നൊരു സംഭവം അല്ലല്ലോ ബിബി. എൻഡ് ഓഫ് ദി ഡേ അങ്ങനെ ഗെയിം കളിക്കുന്നു, ആളുകളെ പ്രൊവോക്ക് ചെയ്യുന്നു, ഓരോ ആളുകളുടെ സ്വഭാവം എന്താന്ന് പുറത്തേക്ക് കാണിക്കാൻ നോക്കുന്നു. അത് കാണിച്ചിട്ട് ജനങ്ങൾ തീരുമാനിക്കണം ആർക്ക് വോട്ട് ചെയ്യണം വോട്ട് ചെയ്യണ്ടെന്നില്ല. അല്ലാതെ ഞാൻ ക്യാപ്റ്റൻസി ചെയ്ത് നിങ്ങൾ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും ഒരു റോബോട്ടിക് പോലെ പോകുന്നതിൽ കാര്യമില്ല. അത് ബിഗ് ബോസ് ആണ്. അവിടെ ആര് സംസാരിക്കുന്നുണ്ടോ, ആര് നിലപാടുകൾ ശബ്ദം ഉയർത്തുന്നുണ്ടോ, ദാറ്റ് വർക്ക്സ്. ഇപ്പം ജിസൈൽ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ഉണ്ട്. ജിസൈൽ ആസ് എ ഗെയിമർ നല്ല ഗെയിം കളിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാല് അവർക്ക് ഗെയിം കളിക്കാൻ അവിടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമുക്കൊരു എന്തെങ്കിലും പിക്ക് ചെയ്യാൻ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ജിസൈലിന്റെ കാര്യം ചോദിച്ചു, ബട്ട് സ്റ്റിൽ ഞാൻ വേറൊരു കണ്ടസ്റ്റന്റിന്റെ കാര്യം പറയാം. രേണു സുധി. ഓക്കെ, രേണു സുധിക്ക് അവിടെ ഗെയിം കളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അവരെ പറ്റിപ്പോ ഒരാള് ഒരു അലിഗേഷൻസ് ഇങ്ങനെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അത് അവർക്ക് ബാക്കി അങ്ങോട്ട് ഗെയിം കളിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക ചെയ്തത്. അതുപോലെ ഗിസേലിന് അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഷാനവാസ് ആണെങ്കിലും ഡ്രസ്സിങ്ങിനെ പറ്റി കമന്റ് ചെയ്തത് ഫേസ് ടു ഫേസ് അല്ല, എവിടെ പോയിട്ടാ കൺഫെഷൻ റൂം. ഈവൻ ഫേസ് ടു ഫേസ് പറയുന്ന കൺഫെഷൻ റൂമിലുള്ള പോലെ എന്താ പറയാ ഒരു ഫൈറ്റിന് വേണ്ട രീതിയിലല്ല. ഇപ്പൊ കാഷ്വലി നിന്റെ ഡ്രസ്സിംഗ് കൺവിൻസിങ് പോലെ അല്ല, അതൊരു ഗെയിം കളിക്കണം എന്നുള്ള രീതിയിൽ ഷാനവാസ് കളിച്ച മാതിരി എനിക്ക് തോന്നിയിട്ടില്ല. ഗെയിം കളിക്കണം എന്നുണ്ടെങ്കിൽ പ്രൊവോക്ക് ചെയ്യണം, പ്രൊവോക്ക് അല്ല ചെയ്ത നിന്റെ ഈ ഡ്രസ്സിങ് ഇത് പോരാ ഇങ്ങനെ പോരാ, ഇറ്റ്സ് ലൈക്ക് എ കാഷ്വൽ കോൺവെർസേഷൻ. അത് അവിടെ കൊടുത്തിട്ടില്ല. അപ്പൊ ഗിസേലിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ കൊടുക്കുകയാണെങ്കിൽ ഗിസേൽ നന്നായി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ഒരു സിറ്റുവേഷൻ കിട്ടിയാൽ. ഈ രേണുസുതി അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? നന്നായിട്ട് ഉപയോഗിക്കുന്നില്ലേ? എനിക്കത് ഒട്ടും ഉപയോഗിക്കുന്നത് പോലെ. കാരണം ഉദാഹരണത്തിന് അവരുടെ ആദ്യത്തെ നിക് നെയിം അവർക്ക് അങ്ങനെ സെപ്റ്റിക് ടാങ്ക് ഇടുന്ന സമയത്ത് അവർ അവിടെ വെച്ചിട്ടല്ലേ ഏറ്റവും അധികം പ്രതികരിക്കേണ്ടത്. ഇപ്പൊ പ്രതികരണം ഏത് വിധത്തിലാണെങ്കിൽ പോലും അവിടെ ഒന്നും പ്രതികരിക്കാതെ അവസാനം ബെഡ് സ്പേസിൽ പോയിട്ടിരുന്നിട്ടാണ് ഞാൻ ഒരുപാട് തകർന്നുപോയി, ഞാൻ ഇല്ലാതായി പോയി, ഞാൻ ഒരിക്കലും കരയില്ല എന്ന് വിചാരിച്ചിരുന്നു. ശരിക്കും അവര് കരയാതിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അവർക്ക് നേട്ടം ഉണ്ടാവുന്നത് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവര് കരഞ്ഞോ ചിരിച്ചോ എന്നുള്ളതല്ലല്ലോ പ്രധാനം. അവര് അങ്ങനെ ഒരു പേരിന് അത്രയും നന്നായി റിയാക്ട് ചെയ്യേണ്ട അത് അവര് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചോ? എനിക്ക് തോന്നുന്നത് അവര് വേണ്ട വിധത്തിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. ബിക്കോസ് ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ശേഷം ഓക്കെ അവരേത് രീതിയിലാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവിടെ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയിട്ടുണ്ട്. ബെഡിന്റെ അവിടെ പോയിട്ട് അവർ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവിടെ അവരൊരു സ്ക്രീൻ സ്പേസ് ഇൻക്രീസ് ചെയ്യുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അവർ തന്നെ പറയുന്ന കുറെ കാര്യങ്ങൾ, ഇന്ന വേസ്റ്റ് ബിന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലേനും, ഇത് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലേനും, പക്ഷെ ഇത് വിളിച്ചതാണ് എനിക്ക് പ്രശ്നം. ലൈക്ക് ഈ ടോപ്പിക് അവിടെ ലൈക്ക് വേറെ സ്പേസിലും റൊട്ടേറ്റ് ചെയ്തോണ്ടേ ഇരുന്നിട്ട് അത് സ്ക്രീൻ സ്പേസ് ഇൻക്രീസ് ചെയ്യാന്നുള്ള അതൊരു സ്മാർട്ട് മൂവ് അല്ലേ? പക്ഷേ ഞാൻ ചോദിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ്ലി അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഡിസ്കഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ അക്ബറിനോട് പറയുന്നുണ്ട് അങ്ങനെ വിളിച്ചത് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പൊ അക്ബർ പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ സോറി പറയാം, അത്രേ ഉള്ളൂ, ഇതിനപ്പുറത്തൊന്നുമില്ല. ഞാൻ പറയുന്നത് അതിനെ ഒരു വിക്ടിം കാർഡ് ഇറക്കി ഉപയോഗിച്ചിട്ട് പോലും അതൊരു സ്റ്റിർ ഉണ്ടാക്കാൻ അതൊരു ഭയങ്കര മൂവ്മെന്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അവരെ സൈഡിൽ നിന്ന് അത് കുറെ ട്രൈ, ഞാനൊരു അമ്മയായിട്ട് വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഇന്ന ആളുകളെ റെപ്രസെന്റ് ചെയ്ത് ലൈക്ക് അവര് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ സൈഡിൽ നിന്ന് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയാം. ഐ എം നോട്ട് എ ഫാൻ ഓഫ് രേണു സുധി. ഓക്കെ, ഞാൻ അവരുടെ ഫാൻ ഒന്നല്ല, ബട്ട് അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിൽ ഐ ഫെൽ ബാഡ് ഫോർ ഹെർ. അതർ ദാൻ ദാറ്റ് അവളെ ഇങ്ങനെ പറഞ്ഞതിൽ അവൾ മിണ്ടാണ്ടിരുന്നിട്ടില്ല. അവള് അത് മൊത്തം ഓരോ സ്പോട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തോണ്ടേ ഇരിക്കുന്നുണ്ട്. രേണു സുധി പറയുന്നുണ്ട്, പിന്നെ അക്ബറാണ് പറയുന്നത്. കാരണം ഞാനാണെങ്കിൽ വിധവ അങ്ങനത്തെ സ്ത്രീകളെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, രേണുസുധീനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അക്ബറാണെങ്കിലും കുറച്ചും കൂടി ഒരു ഉദ്ദേശിക്കുന്ന അവര് അവിടെ അത്രയും പറയുമ്പോ ഒരു മനസ്സറിഞ്ഞ് സോറി പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, എനിക്ക് തീരെ തോന്നിയിട്ടില്ല. രേണുസുധിയിലേക്ക് വരുന്നതിനേക്കാളൊക്കെ മുമ്പേ ഈ ഇപ്പൊ അവിടെ ഏറ്റവും അധികം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏറ്റവും അധികം നന്നായിട്ട്
നന്നായിട്ടെന്ന് ഉദ്ദേശിച്ചത് നല്ല സെൻസിലല്ല, പലരും ചതിച്ചുകൊണ്ടൊക്കെ പരാതികളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് എനിക്ക് അക്ബറിനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അക്ബർ എന്നുള്ള ഗെയിമറിനെ പറ്റിയിട്ട് എന്താ തോന്നുന്നത്? സത്യം പറഞ്ഞാല് ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, ബിക്കോസ് ഹി വാസ് എ വെരി ഗുഡ് സിംഗർ. ആ ഒരു ഇൻട്രൊഡക്ഷനിലാണെങ്കിലും ആള് പാടിയതും എല്ലാം വാവ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടെ ചെന്നിട്ട് ദ വേ ഹി ടോക്ക് ടു അതേഴ്സ് എനിക്ക് ഭയങ്കരമായിട്ടും ഡിസ്റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ എവറി ടൈം, നോട്ട് ഓൺലി ടു രേണു സുധി, അവിടെ ഉള്ളപ്പോ മെയിൽ കണ്ടസ്റ്റൻസിന്റെ അടുത്തും ഇടയ്ക്കിടയ്ക്ക് ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിൽ സെൽഫിഷ് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, റൂഡ് ആയിട്ടുള്ള പോലെ തോന്നിയിട്ടുണ്ട്. ഈവൻ അതിനുശേഷം അനീഷിന്റെ കൂടെ മറ്റേ ഒരു അതിനെന്താ പറയാന്ന് എനിക്കറിയില്ല, അതിന് ആ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് വേ ഹി കമ്മ്യൂണിക്കേറ്റ് വിത്ത് അനീഷ് ഓൾസോ ഭയങ്കര റൂഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് റൂഡ് ആയിട്ട്. അപ്പൊ എനിക്ക് ടോട്ടലി ആ ഒരു ആളുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, ലൈക്ക് ആളുകളുടെ ഇടയിലേക്ക് എന്താ ആ ഒരു രീതിയിൽ തോന്നിയിട്ടുണ്ട്. അതിന് ഡിസ്റെസ്പെക്ട്ഫുൾ ആണെന്ന് വിചാരിക്കുന്നില്ല ഞാൻ അനീഷിനെ. അതൊരു പ്ലേഫുൾ ആയിട്ട് തമാശക്ക് ചെയ്ത പോലെയാണ് എനിക്ക് ഒന്ന് രണ്ടു വട്ടം ഒരാളങ്ങനെ താഴെ വീഴ്ത്തുന്നത് തമാശയാണോ? അല്ല, അത് ഭയങ്കര ഒരു വളരെ ലാഘവത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമല്ലേ. ലൈവില് കണ്ട സമയത്ത് അല്ല, 2 വട്ടം ഞാൻ ലൈവില് കണ്ടിട്ടുണ്ടായിരുന്നു. ബട്ട് അത് 1-2 വട്ടം അവരിങ്ങനെ താഴെ വീഴ്ത്തിടുന്നത് എനിക്ക് ഭയങ്കര ഫണ്ണായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഫൺ, എന്നെ 2 വട്ടം ഇങ്ങനെ താഴെ വീഴ്ത്തിട്ട് എനിക്ക് ഫണ്ണായി തോന്നൂല. കാരണം അത് അക്ബറും ഉണ്ടായിരുന്നു, ഷാനവാസും ഉണ്ടായിരുന്നു. ഇവര് രണ്ടാളും കൂടെ ആ ഒരു സമയത്ത് അവര് സംസാരിച്ച രീതിയും. കാരണം ഇന്നലെ ആണെങ്കിലും ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ എപ്പിസോഡിലാണെങ്കിലും അഭിലാഷ് ആണെങ്കിൽ ഷാനവാസിനെ നേരെ നോമിനേഷനിലേക്ക്, ഐ മീൻ എവിക്ഷനിലേക്ക് വിട്ടത് ഈ ഒരു റീസൺ പറഞ്ഞിട്ടാണ്. കാരണം അനീഷിന്റെ അടുത്ത് ഭയങ്കര ലൈക്ക് ആ ഒരു ടാസ്ക് ഭയങ്കര അവരൊരു ഫണ്ണായിട്ടുള്ള രീതിക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അഭിലാഷ് ഇപ്പൊ അവർക്ക് നോമിനേഷനിലേക്ക് വിട്ടത്. മറ്റ് ചില കണ്ടസ്റ്റൻസുകളുണ്ടല്ലോ, അതായത് ഒരു രീതിയിലും കോണ്ടന്റ് ഇതുവരെ കൊടുക്കാത്തവര്, അതായത് ഇപ്പൊ മുൻഷി രഞ്ജിത്ത് ഉണ്ട്, ശൈത്യ ഉണ്ട്, ഇവരുടെയൊക്കെ പ്രകടനങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ ഈ സ്ട്രാറ്റജി അത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ഇത്ര ടൈമായിട്ട് ഞാൻ എപ്പോഴും പറഞ്ഞില്ല, കണ്ടിരിക്കാൻ ഒരു സുഖമുള്ള സാധനം ഇതുവരെ അവിടെ ഉണ്ടായിട്ടില്ല. മറ്റേ സീസണുകളെ വെച്ച് നോക്കുമ്പോൾ ഒരു തനഞ്ഞ വടക്കമായിട്ട് നിൽക്കുകയാണ് ഇപ്പൊ ഈ സീസൺ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമുക്ക് ഇപ്പൊ തന്നെ നമ്മള് ഇത് ഇങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഇപ്പം നോക്കുമ്പോൾ there is nothing. ഇതുവരെയുള്ള സീസണുകളിൽ ഏറ്റവും വീക്ക് ആയിട്ടുള്ള, ഏറ്റവും കണ്ടന്റ് കുറവുള്ള സീസൺ ആയിട്ടാണല്ലോ ഇപ്പൊ നിലവിലെ സീസൺ 7ാമത്തെ സീസൺ പറയുന്നത്. ഏറ്റവും എന്റർടൈനിങ് ആയിട്ട്, ഏറ്റവും കണ്ടന്റ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള സീസൺ ഏതായിരുന്നു? അത് ഡെഫിനറ്റ്ലി ഞങ്ങളെ സീസൺ. കാരണം എന്താ വെച്ചാൽ ഗ്രാൻഡ് ഫിനാലേക്കാണെങ്കിലും അവിടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്രയും TRP കിട്ടിയിട്ടുള്ളതും ഇത്രത്തോളം എൻഗേജ്മെന്റ് നടന്നിട്ടുള്ളതും ഇത്രത്തോളം ഓഡിയൻസ് ഇൻവോൾവ് ആയിട്ടുള്ള സീസൺ ഞങ്ങളതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി ഞങ്ങളെ സീസൺ ആണ് കമ്പാരിറ്റീവ്ലി അടിപൊളി. പക്ഷെ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് സീസൺ 4 ആണ് കുറച്ചും കൂടെ. അതിലിപ്പം എന്താ പറയാ, ആ ഒരാളെ പുറത്താക്കി അവര് കുറെ PR കൊടുത്തുന്നല്ലാതെ എനിക്ക് അതിലൊന്നും ഭയങ്കര വാവായിട്ട് തോന്നിയിട്ടില്ല ആ ഒരു സീസൺ. ഓക്കെ, നിങ്ങളുടെ സീസണേ നിങ്ങൾ തന്നെ വാവായിട്ട് തോന്നാനുള്ള കാര്യം എന്തായിരുന്നു? അതിപ്പം എന്താ പറയാ, ടോട്ടൽ നോക്കി നോക്കാം. ബിക്കോസ് എന്താ വെച്ചാല് ഓരോ ഇൻഡിവിജ്വലിനും ഓരോ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ജാൻമൻ ആണെങ്കിൽ ഒരു ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരാള്, വേറൊരു ആണെങ്കിൽ ലവ് സ്ട്രാറ്റജി ഒരു സൈഡിൽ, ഇപ്പുറത്തൊരു അങ്ങനെയല്ല. പക്ഷെ ജാൻ ഒരു പെർട്ടിക്കുലർ ടൈം വരെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആളായിരുന്നു. പിന്നെ അവിടെ ഇരുന്ന് ഒരു ലാലേട്ടനും പറഞ്ഞിട്ടല്ലോ ഒരു പ്രഷർ കുക്കർ പോലെയാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പൊ ഇങ്ങനെ അങ്ങനെ പോയിട്ട് പിന്നെ അവരൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോയതാ. ബട്ട് സ്റ്റാർട്ടിങ് ഷീ വാസ് വെരി നൈസ്. ഇപ്പൊ പുറത്തിറങ്ങിയ ശേഷം ഷീ വാസ് വെരി നൈസ്. ഓക്കെ, ബട്ട് ഇൻ ബിറ്റ്വീൻ അവരെ കയ്യിൽ നിന്ന് പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഡസന്റ് മീൻസ് അവര് അത്രയും മോശപ്പെട്ട ഒരാളാണ്, അങ്ങനെയല്ല. ഇൻ ബിറ്റ്വീൻ ഒരാളെ കയ്യിൽ നിന്ന് പോയി, തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. യെസ്, ഡെഫിനറ്റ്ലി. എനിക്കറിയാൻ വയ്യാത്തോണ്ടൊരു കാര്യം ചോദിക്കുകയാണ്. കാരണം ഇപ്പൊ നോറ ഒരുപാട് സീസൺ 6നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ സീസൺ 6 ആകെ കണ്ടിട്ടുള്ളത് ഒരു വാഴത്തോട്ടത്തിലുള്ള ഒരു പ്രണയം, പിന്നെ നോറ അവിടെ ഇവിടെ ഇരുന്ന് കരയുന്ന കാണുന്നുണ്ട്. സത്യം പറഞ്ഞ ആ സീസണിൽ എന്ത് തേങ്ങ ഉണ്ടായിരുന്നത്? നിങ്ങൾക്ക് പുറമേ ഇരുന്നിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാന്നല്ലാതെ അവിടെ ഇരുന്ന് ഞങ്ങൾക്കറിയാം എത്രത്തോളം എന്റർടൈനിങ് ആയിരുന്നു ഞങ്ങളെ സീസൺ എന്നുള്ളത്. അല്ലാതെ ഒരിക്കലല്ല. ഞങ്ങൾ എന്തിനാ വിചാരിക്കുന്നത്? അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് TRP ഇതൊക്കെ കൂടിയത് എന്തുകൊണ്ടാണ്? ഒബ്വിയസ്ലി ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടെ ഒക്കെ പോട്ടെ. ഒരു സൈഡിൽ ബായത്തോട്ട് അവിടെ കിടക്കട്ടെ, ഇപ്പൊ ഞാൻ മോങ്ങിയത് അവിടെ ഒരു സൈഡിൽ കിടക്കട്ടെ. ഇപ്പൊ സിജോ ചേട്ടനെ പോലത്തെ ഒരു കണ്ടസ്റ്റൻസ് ഇടി കിട്ടി എന്നിട്ട് തിരിച്ചു പോയിട്ട് സർവൈവ് ചെയ്തു, അതൊന്നും നിങ്ങൾക്ക് വലിയ കണ്ടന്റ് ആയിട്ട് തോന്നില്ല? ലൈക്ക് അവരുടെ ലൈഫ് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്തതല്ലേ, അത്രയും പാഷനേറ്റ് ആയിട്ടല്ല ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വാവും ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നില്ല? അവർക്ക് എത്ര, അതായത് ഓൾമോസ്റ്റ് ഒരു 2 months അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഫുഡ് കഴിക്കാതെ എത്ര ദിവസം നിൽക്കാൻ പറ്റും?
അവർക്ക് ഇവിടെ അത്രയും ഡാമേജ് വന്നിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ച ജസ്റ്റ് ഇങ്ങനെ അടിച്ച പോലത്തെ ഇടിയൊന്നല്ല അത്, അത്യാവശ്യം ഇടി കിട്ടിയിട്ടുണ്ട്. അവർക്ക് അത്രയും സർജറീസ് വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ അവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് സിജോ ചേട്ടന് അവിടെ ഇൻഫ്ലമേഷൻ വന്നിട്ട് എന്താ പറയാ, ഇല്ല പറ്റില്ലായിരുന്നു. അത്രയ്ക്കും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അങ്ങേര് അതിന്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമ്പോഴാണെങ്കിലും ഈ നീര് വരാതാക്കുക, അങ്ങനത്തെ പല ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര കഷ്ടപ്പാടുണ്ടായിരുന്നു. ബട്ട് അതൊന്നും അവർ ഹൈലൈറ്റ് ചെയ്യാതെ അവിടെ സർവൈവ് ചെയ്ത് നിന്നെന്ന് പറഞ്ഞതൊക്കെ ചെറിയ കാര്യമാണോ? ഒരിക്കലല്ല, ഒരിക്കലല്ല. ഓരോ സീസണും നമ്മുടെ ആളുകളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ സെറ്റ് ഓഫ് ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പൊ ആദ്യത്തെ സീസൺ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പേളിമണി എന്നുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററെ നമുക്ക് കിട്ടി. രണ്ടാമത്തെ സീസണിലാണെങ്കിൽ ഇപ്പൊ രജത് കുമാർ എന്നുള്ള ഒരു സ്പോക്ക് പേഴ്സൺ ആരാണ് സ്പോക്ക് പേഴ്സണിനെ പോലുള്ള ആളെ കിട്ടി. ഒന്നെങ്കിൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് അല്ല. ഞങ്ങളെ സീസണിലുള്ള ആളുകൾ എത്ര ആക്റ്റീവ് ആണ് എന്നുള്ളത് നിങ്ങൾ ഒന്നെങ്കിൽ നോക്കണം. കാരണം എന്താ വെച്ചാല് പോട്ടെ, ഇന്നെ നോക്കിയോ, എന്റെ യൂട്യൂബ് ചാനലിൽ എന്താ സബ്സ്ക്രൈബേഴ്സ് കയറിയിട്ടില്ലേ, പോട്ടെ. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഒന്നെങ്കിൽ കേൾക്കണം, ഒന്ന് ഞാന്. അതല്ലാതെ പിന്നെ സിജോ ചേട്ടന്റെ കണ്ടന്റ് ആണെങ്കിൽ അത് പോട്ടെ, ജാസ്മിന്റെ കണ്ടന്റ് ആയിക്കോട്ടെ, ഗബ്രിന്റേതായിക്കോട്ടെ, നന്ദനന്റെ ആയിക്കോട്ടെ, സീക്രട്ട് ഏജന്റ് 6+ യൂട്യൂബേഴ്സ് തന്നെ കഴിയുന്നത്. അത്രയും കോണ്ടന്റ് ഉണ്ടാക്കിയാലേ അവർക്ക് അത്രയും റവന്യൂ അല്ലെങ്കിൽ അത്രയും വ്യൂസ് കിട്ടുള്ളൂ. ഇപ്പോഴും ഈ സീസണിൽ പോലും സീസണിലുള്ള ഓരോ വീഡിയോ ഇടുന്നതിന് മുമ്പ് ആളുകൾ പോയിട്ട് സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ ചെന്നിട്ട് നോക്കുന്നുണ്ട്. അത്ര ഓഡിയൻസും അത്ര കണ്ടന്റ് മേക്കറും ഞങ്ങളെ സീസണിലുണ്ട്. അത് പിന്നെ ഒന്നും കൊടുത്തില്ല നിങ്ങൾ പറയുന്നതിൽ ഒരു കാര്യമില്ല. ഒരു കോണ്ടന്റും ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെയായിരുന്നു പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞ പേളിമാണി കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, അതുപോലെ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ വന്നിട്ടില്ലല്ലോ നിങ്ങൾ പറയുമ്പോൾ എല്ലാ ആളുകളും എല്ലാ സമയത്തും ഓർത്തിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നോക്കൂ, 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ 6 പേരും ഓർത്തിരിക്കാൻ ഉണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കി നിങ്ങൾ ഈ കമന്റ് അടിക്കണം. ഞാൻ ചോദിക്കുന്നത് സീസൺ 1 കഴിഞ്ഞിട്ട് ഏകദേശം 6 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആ സീസണിലെ എല്ലാ ആളുകളും എല്ലാ രീതിയിലും ആളുകള് എന്താ പറയാ അവരുടെ വീടുകളിലെ സദസ്സുകളിലായാലും ശരി, കോണ്ടന്റിലായാലും ശരി ചർച്ചയിലുണ്ട്. ഇപ്പൊ റിയാസ് സലീം അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്നും ചർച്ചയിലുണ്ട്. ഞാൻ പറഞ്ഞ ചർച്ചയില്ലേ, നിലവാരമില്ല, നിലപാടില്ല, നാടില്ല, ഇതൊന്നും ചർച്ചയിലില്ലേ? ഇഷ്ടംപോലെ റീൽസ് സോഷ്യൽ മീഡിയ. ദാറ്റ് ഡസന്റ് മീൻസ് ഞങ്ങളൊന്നും കോണ്ടന്റ് ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഞങ്ങളെ മിസ്റ്റേക്ക് അല്ല, ദാറ്റ്സ് യുവർ മിസ്റ്റേക്ക്. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങളില്ലേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് പേളിമാണി മാത്രമാണ് കോണ്ടന്റ് മേക്കർ എന്ന് പറഞ്ഞത് ആളുകളെ പേളിമണി മാത്രമല്ല ഒരു ഷോ സമൂഹത്തിൽ കൊടുക്കുന്ന ഒരു എഫക്റ്റീവ്നെസ് ഉണ്ടല്ലോ. കംപ്ലീറ്റ് ഞങ്ങൾ സമ്മതിക്കുന്നില്ല. പറഞ്ഞോളൂ, കംപ്ലീറ്റ് ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇവിടെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ചെയ്യൂ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, പേളിമാണി മാത്രമാണ് കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഓക്കെ, അവരുടെ ഫേവറേറ്റ് പേഴ്സൺ ആണ്. ബട്ട് അതല്ലാതെ ഞങ്ങളെ സീസണിൽ ഇത്രയും ആളുകൾ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, സ്റ്റിൽ ആക്റ്റീവ് ആണ്. 5-6 കൊല്ലം കഴിഞ്ഞ് ഞങ്ങൾ ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് നിങ്ങൾ ഈ കമന്റ് പറയുന്നത് ഞാൻ വേണം ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഫസ്റ്റ് സീസണിലുള്ള ഒരു കണ്ടസ്റ്റന്റ് ഇപ്പോഴും ഉണ്ട്, ഞങ്ങളെ സീസണിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സ്റ്റിൽ എവ്രി വൺ ഈസ് ആക്റ്റീവ്. ലാസ്റ്റ് വീക്ക് പോലും ഞങ്ങൾ എന്താ ബിബിയിലുള്ള റീയൂണിയൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒത്തുചേർന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ വീഡിയോസും ലൈവും കോണ്ടന്റും ഡാൻസും എല്ലാം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ യൂസ് ചെയ്തത്. അപ്പൊ ജനറലി നിങ്ങൾ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നത് ദിസ് ഇസ് നോട്ട് ഗുഡ്. അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഞാൻ ഇതിന്റെ ഒരു പോയിന്റ് പറഞ്ഞത്. കമ്പാരിസൺ എവിടെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഓക്കെ, ഇനി പറഞ്ഞോ. അതായത് ആദ്യത്തെ സീസൺ ഇറങ്ങുന്നു. ആ സീസണിലൂടെ ആളുകൾക്ക് കിട്ടിയ ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങളുണ്ട്. അവരിന്നും വാലിഡ് ആണ്. പേളിമണിയുണ്ട്, ഷിയാസ് കരീമുണ്ട്, അങ്ങനെ ഒരുപാട് പേരുണ്ട്. രണ്ടാമത്തെ സീസണിലേക്ക് എത്തുമ്പോൾ അത് സീസൺ ഡിസ്കണ്ടിന്യൂ ആയിപ്പോയെങ്കിലും പോലും രജിത് കുമാറിനെ പോലെ ഒരാൾ സമൂഹത്തിൽ ഉണ്ടാക്കിയ ചർച്ചകളുണ്ട്. മനസ്സിലായോ? സമൂഹത്തിൽ ആ സീസണിൽ അന്നുണ്ടാക്കിയ ചർച്ചകളുണ്ട്. സമാനമായി റിയാസ് സലീം ഉണ്ടാക്കിയ ചർച്ചകളുണ്ട്, ഡോക്ടർ റോബിൻ ഉണ്ടാക്കിയ ചർച്ചകളുണ്ട്. ഡോക്ടർ റോബിൻ അദ്ദേഹത്തിന്റെ ഭയങ്കര ഫ്യൂഡൽ ആയിട്ടുള്ള ഭയങ്കര ആൽഫമേൽ സീസണിനകത്ത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ അയാൾ പറഞ്ഞ തെറ്റായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്ത് കാര്യം? അയാളുടെ ആൽഫമേൽ സ്വഭാവം, അയാൾ ഉണ്ടാക്കുന്ന പുരുഷാധിപത്യം, അല്ലെങ്കിൽ അയാളുടെ പിന്നെ വേറൊരു സ്റ്റേജ് കേട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. തെറ്റായിട്ട് പോയെങ്കിലും ഒരാൾ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. തെറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടെങ്കിലും ഒരാൾ ചർച്ച ചെയ്യാവുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ സീസണിൽ ആരില്ലാന്നാണ് ഇപ്പോഴും ജിന്ന ചേട്ടൻ പെണ്ണുപിടിയനാണ്, അതാണ് ഇതാണ് പറയുന്നുണ്ടല്ലോ. ആരോപണം ഉണ്ടാവുന്നതിനല്ല ഒരു ഷോയിൽ ഒരു കണ്ടന്റ് ട്രാവൽ ചെയ്യുന്ന സമയമുണ്ട്. അത് ഫസ്റ്റ് സീസണിലും സെക്കൻഡ് സീസണിലും തേർഡ് സീസണിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. നിങ്ങളുടെ സീസണിൽ ആകെ ട്രാവൽ ചെയ്ത കണ്ടന്റ് എന്ന് പറയുന്നത് ഗബ്രി ജാസ്മിന്റെ പ്രണയവും വാഴത്തോട്ട് ആരോപണവും മാത്രം ഫോക്കസ് ചെയ്തതിന് എനിക്കൊന്നും പറയാനില്ല. ബാക്കി അതൊന്നെങ്കിൽ നിങ്ങൾ കാണണം, കണ്ടിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട്. അതല്ലാതെ 6ാമത്തെ സീസണിൽ ട്രാവൽ ചെയ്ത ഒരു പ്രൈം കണ്ടന്റ് അല്ലെങ്കിൽ ആളുകളുടെ ചർച്ചയിൽ നിന്ന് ആളുകൾക്ക്
ചിന്തിക്കാൻ ഒരു മൊമെന്റ് ഉണ്ടാക്കി കൊടുത്ത അങ്ങനെ ഒരു കണ്ടന്റ് പെട്ടെന്നൊന്ന് പറയാൻ പറ്റൂ ഞങ്ങളെ സീസണില്? ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഭയങ്കര ഫാൻ ബേസ് ആയിട്ടുള്ള ഒരാളൊന്നല്ല. ഇപ്പൊ ഗബ്രി ജാസ്മിന്റെ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ ഇൻവോൾവ് ആകുന്ന ഒരാളൊന്നല്ല. ബട്ട് സ്റ്റിൽ അവിടെ അവർ ഫ്രണ്ട് ആയിട്ടുള്ള അതേ ആൾക്കാർ പുറത്തുനിന്ന് ഫ്രണ്ട് ആണല്ലോ. അതൊരു ഭയങ്കരമായിട്ടും ഫ്രണ്ട്ഷിപ്പിന് അത്രയും ബോണ്ടും അത്ര റിയലിസ്റ്റിക് ആണെന്ന് കാണിക്കുന്ന ഒരു സംഭവം അല്ലേ? ആണ്. ദാറ്റ്സ് ഇറ്റ്. ഒരു കാര്യം ചോദിച്ചു ഞാൻ പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നില്ല. അതായത് ഓരോ സീസണിലും ആളുകളെ, ഇപ്പൊ ഉദാഹരണത്തിന് റിയ സലീം ടെലിഫോണിക് കോൺവെർസേഷനിലൂടെ പറഞ്ഞൊരു കാര്യമുണ്ട് ട്രാൻസ്ജെൻഡർ ക്യൂർ കമ്മ്യൂണിറ്റിയെ പറ്റിയിട്ട്. അർജുൻ ആസ് നോറ. അല്ല നോക്ക് അങ്ങനെ See, you are not convinced with my answers. പിന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ കൺവിൻസ്ഡ് ആവുന്നല്ല. എനിക്കിപ്പോഴും ഇപ്പൊ ഏഴാം സീസണ് നിങ്ങളുടെ സീസൺ അർജുൻ ആസ് നോറ കണ്ടിട്ടില്ലേ മെഹറിൻ? കണ്ടിട്ടുണ്ട്. എന്റർടൈൻ ആയിട്ടില്ല, ഓർക്കുന്നില്ല. പിന്നെ എന്റർടൈൻ ആവുന്നതല്ല. എന്റർടൈൻ ആണെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് കാര്യം വെച്ചിട്ട് ഇപ്പൊ നിങ്ങളുടെ ആദ്യത്തെ ഒരു വീക്കിൽ തന്നെ ഔട്ടായി പോയ രതീഷ് എന്റർടൈനിങ് ആയിരുന്നു. അയാള് നമ്മൾ കണ്ടിട്ട് അയാളെ രസിച്ചിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, വെറുത്തിട്ടുണ്ട്. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. ഈ കണ്ട സീസണുകളിലൊക്കെയും തന്നെ കാലത്തെ അതിജീവിക്കുന്ന ട്രാവൽ ചെയ്യുന്ന ഒരു കോണ്ടന്റ് ഉണ്ടല്ലോ. ബിഗ് ബോസിൽ ഇന്നൊരു കാര്യം നടന്നല്ലേ, ആ വിധത്തിൽ എനിക്ക് ആറാമത്തെ സീസണിൽ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നാത്ത നിങ്ങളെ മിസ്റ്റേക്ക് ഞാൻ വേണേ എണ്ണി ഒരു 2-3 കാര്യം പറയാം. സിജോ ചേട്ടന്റെ ഫൈറ്റ് കിട്ടിയിട്ട് ഓക്കെ ഇടി ഉണ്ടായിട്ട് ആള് സർവൈവ് ചെയ്ത് വന്നത് അങ്ങനെ ഓർത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നുള്ള ഒരു കാര്യം അതുപോലെ ഞാൻ പറഞ്ഞത് ഇപ്പം എന്റർടൈനിങ് കേസ് പറയുകയാണെങ്കിൽ ഈ ആൾമാറാട്ട കേസ് ചെയ്തത് ഇറ്റ് വാസ് എന്റർടൈനിങ് കേസ്. ഇനിയിപ്പോ ഫ്രണ്ട്ഷിപ്പ് ബേസ് നോക്കുകയാണെങ്കിൽ ജാസ്മിൻ ഗബ്രീന്റെ ഫ്രണ്ട്ഷിപ്പ് അവര് ആഫ്റ്റർ ബിഗ് ബോസും കീപ്പ് ചെയ്തത് ഒരു ഓർത്ത് നിൽക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അവര് ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തുന്നത് എങ്ങനെയാണ് സമൂഹത്തിന് ഒരു ഓർത്തിരിക്കാവുന്ന കാര്യമാവുന്നത്? ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നത് ഒരു ഇതല്ലേ? അതിപ്പോ നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണ്. ബിഗ് ബോസിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾ തമ്മിൽ കൂട്ടുകാരാണ്. അതിന് ഞങ്ങൾക്ക് എന്ത് വേണം? അവർ ആദ്യം കൂട്ടുകാരല്ലല്ലോ, അവിടെ വെച്ചിട്ടാണല്ലോ ഒരു ഫ്രണ്ട്സ്. അത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടുകാരായതിൽ എന്താണ് ഇത്ര സമൂഹത്തിനൊക്കെ ചർച്ച ചെയ്യാൻ മാത്രം അതെന്താണ് അതിനകത്തുള്ളത്? സി അവിടെ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ചോദ്യം ചെയ്തിട്ട് ഇപ്പം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? അക്സെപ്റ്റൻസ് അതൊരു എന്താ പറയാ, ആളുകൾക്ക് എന്താ പറയാ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യല്ലേ? രണ്ടാൾക്കാർ അവിടെ ഫ്രണ്ട്ഷിപ്പ് രണ്ടാൾക്കാർ അവിടെ ഫ്രണ്ട്സ് അല്ലായിരുന്നു, അല്ലെങ്കിൽ അവര് മറ്റെന്തോ ആയിരുന്നു. അതിന് ശേഷവും അവര് മറ്റെന്തോ ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്തോ ആണ് അവര്. അത് സമൂഹത്തിൽ എങ്ങനെയാ ഒരു ചർച്ചയാവുന്നേ? ചർച്ച ആയിരുന്നല്ലോ. ഞാൻ പറയുന്നത് അത് ചർച്ച അല്ലാതെ അവർ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്യൂർ ആയിട്ട് കണ്ടിന്യൂ ചെയ്തത് ഞങ്ങളെ സീസണിലുള്ള ഒരു പ്ലസ് പോയിന്റ് ആണല്ലോ. അത് അപ്പുറത്തേക്ക് അവർ പ്രൂവ് ചെയ്തില്ലേ? അല്ല, അതൊരു പ്ലസ് പോയിന്റ് ആയിട്ടാണ്. ഓഫ് കോഴ്സ് അതൊരു പ്ലസ് പോയിന്റ് ആണ്. അത് ജാസ്മിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗബ്രീനോ നെഗറ്റീവ് ബാധിച്ചതിനെ പറ്റിയിട്ട് ഒന്നും തോന്നിയിട്ടില്ല. ഇല്ല, അവര് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് അന്നും പറഞ്ഞു അത് പ്രൂവ് ചെയ്തില്ല. ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് പലരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, അവരത് പ്രൂവ് ചെയ്തില്ലേ? അപ്പൊ ഇപ്പോഴും നോറ പേഴ്സണലി വിചാരിക്കുന്നു നോറയുടെ സീസൺ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയ സീസൺ. അതെ, എന്റെ സീസൺ തന്നെ ബെസ്റ്റ്. നോറ, അപ്പൊ ഈ സീസണിലാണെങ്കിൽ ബിഗ് ബോസ് ആണെങ്കിൽ സെലക്ട് ചെയ്ത കണ്ടസ്റ്റൻസിനെ പറ്റി എന്താണ് ഫീൽ ചെയ്യുന്നത്? ലൈക്ക് ഒരു കഴിഞ്ഞ സീസണിലൊക്കെ ആണെങ്കിലും കൂടുതൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഈ സീസണിലാണെങ്കിൽ നമുക്ക് അങ്ങനെ ഭയങ്കര ഫെമിലിയർ ഫേസസ് കുറവാണ്. ഇപ്പം രേണുസുധീനെ നമുക്കറിയാം, അനുമോളിനെ അറിയാം, അപ്പാനി ശരത്തിനെ അറിയാം, ശാരിക ചേച്ചി, അങ്ങനെ നമുക്ക് ഫെമിലിയർ ഫേസസ് കുറവാണ്. ഇപ്പൊ നോറിന്റെ ഒക്കെ സീസണിലാണെങ്കിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അപ്സര ചേച്ചി, പിന്നെ ശ്രീതു, അങ്ങനെ നമുക്ക് അൻസിബ, അങ്ങനെ നമുക്ക് ഫെമിലിയർ ഫേസസ് ഒരുപാട് ഉണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളുടെ സീസണിലാണെങ്കിൽ. പക്ഷെ ഈ സീസണിലാണെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് കൂടുതൽ. അതുകൊണ്ടാണ് ഈ ഒരു സീസൺ ആണെങ്കിൽ അത്രയും എന്റർടൈനിങ് ആവാത്തത്. പരിചയമില്ലാത്തതും എനിക്ക് അങ്ങനെ ഒരു ഫാക്ടർ ആയിട്ട് തോന്നുന്നില്ല. അവിടുത്തെ കണ്ടസ്റ്റന്റ് എന്ത് കൊടുക്കുന്നുണ്ടോ ദാറ്റ് മാറ്റേഴ്സ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഈ ഒരു റിയാലിറ്റി ഷോ ഇപ്പം ഹോസ്റ്റ് ചെയ്യുന്ന ലാലേട്ടനാണ്. അപ്പം മിക്ക ആളുകളും ചിന്തിക്കൽ എന്തായിരിക്കും, ലാലേട്ടന്റെ ഒരു ഷോയില് ഇവരാണോ വന്നത് എന്നായിരിക്കും ചിന്തിക്കുക. ഇതായിരിക്കും നിങ്ങളെ മൈൻഡിൽ ഇപ്പൊ ഉണ്ടായിട്ടുണ്ടാവും. ബട്ട് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്. 99% സ്ട്രേഞ്ചേഴ്സ് ആണ്. അപ്പം അവിടെ വന്ന് ആര് കളിക്കുന്നുണ്ടോ ദാറ്റ് മാറ്റേഴ്സ്. നമുക്കേ ഉള്ളു എന്ത്, ഇവരെ നമ്മൾ കണ്ടില്ലല്ലോ. ബട്ട് ആ ഒരു ഹോസ്റ്റിനെ, ആ ഒരു ഷോനെ സംബന്ധിച്ചത് എന്താണ്, ദേ ആർ ഗിവിംഗ് ആൻ ഓപ്പർച്യൂണിറ്റി. അത് മാക്സിമം യൂസ് ചെയ്യുക. അത് പറ്റിയിട്ടില്ലെങ്കിൽ ആ കണ്ടസ്റ്റൻസ് പോരാന്ന് പറയാം, അല്ലാതെ വേറെ ഒന്നുമില്ല. നിലവിൽ അപ്പാരേശ്വരത്തിൽ സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് എന്താ അറിയില്ല, ആള് രേണുസുധിയിൽ മാത്രം ഫോക്കസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. രേണുസുധിനെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നത് പോലെ അത് മാത്രമേ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈതർ പറയും അവരുടെ എന്താ പറയാ ഹസ്ബൻഡ് പരിചയമുള്ള കാര്യം എന്തെങ്കിലും പറയും, അതല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ അവരെ അടി ഉണ്ടാക്കുന്ന കാണും. ലൈക്ക് അതല്ലാതെ വേറൊരു ഗെയിം ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞത് വഴുതി മാറിയിട്ടായിരുന്നു. ഈ മുൻഷി രഞ്ജിത്ത്, അതുപോലെ ശൈത്യ, ബിന്നി, ബിൻസി, ഇവരുടെയൊക്കെ പെർഫോമൻസ്, അല്ലെങ്കിൽ ഇവരെന്താ ഒന്നും ചെയ്യാത്തത് അങ്ങനെ തോന്നുന്നുണ്ടോ എപ്പിസോഡ് കാണുമ്പോ? മേ ബി 2 പോസിബിലിറ്റീസ് ഉണ്ടാവും.
ഒന്നെങ്കിൽ അവരുടെ സ്ക്രീൻ സ്പേസ് നമുക്ക് കാണുന്നില്ല, ഷെയർ ആവുന്നില്ല. കാരണം ഏത് പാർട്ട് കാണിക്കണം എന്നുള്ളത് ബിഗ് ബോസ് ടീം തീരുമാനിക്കുന്നതാണ്. ഒന്നെങ്കിൽ അവർ കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ കാണിക്കുന്നുണ്ടാവില്ല. ഇത് രണ്ടും ആവാം. ഇത് ഏതാന്നുള്ളത് പ്രഡിക്ട് ചെയ്യാൻ കഴിയില്ല, ബിക്കോസ് ഐ എം നോട്ട് റൈറ്റ്. ഈ കിച്ചൺ ടാസ്ക് തെരഞ്ഞെടുക്കുന്ന ആളുകളെ സേഫ് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണോ അത് തെരഞ്ഞെടുക്കണമെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിൽ ഉണ്ടായിരുന്ന സമയത്ത് ഈ ഫസ്റ്റ് സീസണിലൊക്കെ നമ്മുടെ പേളിമണിയും സാബുമോനൊക്കെ കൂടി കിച്ചൺ ടാസ്ക് ചെയ്യുന്ന സമയത്ത് നല്ല കണ്ടന്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ കിച്ചൺ ടാസ്കിൽ കണ്ടന്റുകൾ വന്നിട്ടുള്ള വളരെ വളരെ കുറവാണ്. ഇപ്പൊ കിച്ചണിനകത്തുള്ളത് ഒനിയിലും അതുപോലെ തന്നെ കലാഭവൻ സാരികയാണ്, രണ്ടുപേരാണ് പ്രധാനമായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർ കിച്ചണിൽ നിൽക്കുക എന്നുള്ളതിന്റെ അപ്പുറത്ത് വേറൊന്നും ചെയ്യുന്നതായിട്ടും നമുക്ക് തോന്നുന്നില്ല. ഒനിയിലാണ് എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്, അതും കിച്ചണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും. ഈ കിച്ചൺ ടാസ്ക് എടുക്കുന്നത് കുറച്ച് സേഫ് ആവാൻ വേണ്ടിയിട്ടാണോ? ആക്ച്വലി കിച്ചണിലാണ് മോസ്റ്റ്ലി ഫൈറ്റ്സ് ഉണ്ടാവില്ല, സാധാരണ ഉണ്ടാവില്ല. അതാണ് ഈ സീസണിൽ അവരെന്താന്നിരിക്കും, അവരെന്താ കളിക്കാത്തതെന്ന് അറിയില്ല. ഇനി ആരെങ്കിലും ചെന്ന് ഇനിയിപ്പോ വൈൽഡ് കാർഡ് ഒക്കെ വന്നിട്ട് അവിടുന്ന് കളിച്ചാൽ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റുന്നു. ബട്ട് യൂഷ്വലി സീസൺസ് നോക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ഫൈറ്റ് സ്റ്റാർട്ട് ഫ്രം ദർ ഓൺലി കിച്ചൺ എന്നാണ് വരല്. എത്ര അടികൾക്ക് കണക്കില്ല. അതുപോലെ തന്നെ ആദിലാനൂർ ഒരു നല്ല ഗെയിമർ ആയിട്ട് തോന്നുന്നുണ്ടോ? അവരിപ്പം 2 പേരായിട്ടാണ് വന്നിട്ടുള്ളത്, പക്ഷെ എന്നാലും അവരാണെങ്കിൽ അവരുടെ നിലപാടുകളൊന്നും അങ്ങനെ വ്യക്തമായി പറയാത്ത പോലെ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഒബ്വിയസ്ലി അവർ രണ്ടുപേരും അത്ര സ്ട്രോങ് ആയിട്ടുള്ള 2 ലേഡീസ് ആണ്, വെരി സ്ട്രോങ്. ഒന്ന് ആലോചിച്ചൊക്കെ, കേരളക്കാരെ മൊത്തം അവർ അറ്റാക്ക് ചെയ്തൊരു ടൈമുണ്ട്. അതൊന്നും അവരുടെ ഫാമിലീസ് കാര്യങ്ങൾ ഇതിന്നൊക്കെ സർവൈവ് ചെയ്ത് വന്ന അവര് അവിടെ ഇതിലും വോയിസ് റേസ് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നത്. അത് ഒരാളാണെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് അത്ര, 2 പേരെടുത്ത് ഞാൻ ഐ എക്സ്പെക്ടഡ് മോർ ഒന്നും ഞാൻ കാണുന്നില്ല. ഷാനവാസിന്റെ ഒരു ഗെയിമിംഗ് ഉണ്ടല്ലോ, അദ്ദേഹം എന്റർടൈനർ ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഏരിയ ഉണ്ട്. ചില ഏരിയകളിലൊക്കെ അത് എന്റർടൈനിങ് ആണ്, കയ്യിൽ നിന്നിടുമ്പോഴാണെന്ന് തോന്നുന്നു കുറച്ച് പാളി പോകുന്നത്. ഷാനവാസിന്റെ ഒരു ഗെയിം പാറ്റേൺ, അദ്ദേഹമായിട്ടുള്ള ഇൻമേറ്റ്സിന്റെ ഇന്ററാക്ഷൻ എന്താ ഫീൽ ചെയ്തിട്ടുള്ളത്? എനിക്ക് ഒന്നാമത് ഫസ്റ്റ് ഇംപ്രഷനിൽ പോയ ഒരു കേസാണ് ഷാനവാസിന്റെ ഉള്ളത്. ബിക്കോസ് അവര് ഗിസേലിന്റെ ഡ്രസ്സിങ്ങിനെ പറ്റി പറഞ്ഞത്, ഞാൻ അത് പബ്ലിക്കലി ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഒരാളെ നോമിനേറ്റ് ചെയ്യുന്ന അവരുടെ ഡ്രസ്സിങ്ങിനെ പറ്റി എന്ന് പറയുമ്പോൾ അതും ആൾ ഇത്ര പോകുന്ന ട്രൗസർ ഇട്ടിട്ട് വന്നിരിക്കും, ഇത്ര പോലല്ല ഇത്രയുള്ള ട്രൗസർ ഇട്ട് വന്നിരുന്നു പറയാണ് അവളെ ഡ്രസ്സിങ് പോരാന്ന്. അത് എന്താണ്? ഇനിയിപ്പം മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ പോലും ഇത്രയുള്ള ട്രൗസർ ഇടാൻ പാടുണ്ടോ അവര്? ഇല്ല, അവരും ഇടാൻ പാടില്ല. ഇല്ല. എനിക്ക് പിന്നെ ഷാനവാസ് കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഷാനവാസിന്റെ ചിരി, കാരണം കാരണം എന്താണെന്നറിയോ, ഷാനവാസ് ആണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു അനീഷായിട്ടുള്ള ഒരു വഴക്കിന്റെ സമയത്താണ് ഭയങ്കര ട്രിഗേർഡ് ആയിട്ടുണ്ട് പുള്ളിക്കാരൻ. പക്ഷെ പുള്ളിക്കാരൻ അവിടെ ചിരിക്കുക ചെയ്തത്. ആ ചിരി എനിക്കൊരു സന്തോഷം നിറഞ്ഞൊരു ചിരിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കടിച്ചു പിടിച്ചിട്ടുള്ള ഒരു ദേഷ്യം അമർത്തിയിട്ടുള്ള ഒരു ചിരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ അദ്ദേഹം പലപ്പോഴും പറഞ്ഞത് മാറ്റി പറയുക, അത് അവിടെ തത്തി കളിക്കുക, കൺവിൻസിങ് ക്യാരക്ടർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ല, ഇപ്പം അവർക്ക് ഇപ്പൊ ഗിസലിന്റെ ഡ്രസ്സിങ്ങിന് ഇത്ര പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് അത് മുഖത്ത് നോക്കി പറയുന്നില്ല, മുഖത്ത് നോക്കി സ്ട്രോങ് ആയിട്ട് പറയുന്നില്ല, കാഷ്വൽ ആയിട്ട് പറയാതെ ഇതെന്താ ഇത്. പിന്നെ പോട്ടെ, ഡ്രസ്സിംഗ് ആണ് പ്രോബ്ലം എങ്കിൽ ആദിലനൂറും സിമിലർ കൈൻഡ് ഓഫ് സെയിം ഡ്രസ് എന്നല്ല പറഞ്ഞ ഷോർട്സ് ഇടുന്നുണ്ടല്ലോ. പിന്നെ എന്താ ആദിലനൂറിനോട് പറയാതെ ഗിസേൽ ഈ മാറ്റർ കൊണ്ട് അങ്ങനെ നോമിനേറ്റ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവരും ഡോമിനേറ്റ് ചെയ്യുന്നത്. ലൈക്ക് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്, എന്തൊക്കെയോ പറയുന്നതിൽ ഒരു വ്യക്തത ഇല്ല. ഈ ഡോക്ടറിന്റെ വിവാദമൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ഉണ്ടാക്കിയതാന്ന് തോന്നുന്നുണ്ടോ ഈ അനുമോളിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിട്ട്? എന്തെങ്കിലും ഒരു ഇത് കിട്ടണ്ടേ, കിട്ടിയൊരു കച്ചിത്തുരുമ്പ് കയറി പിടിച്ചു, അത്ര തന്നെ. ഈ അനുമോള് ഞാൻ ഭയങ്കര നിഷ്കളങ്കയാണ്, ഞാനൊരു പാവം കുട്ടിയാണ്, ആ ഒരു കാർഡ് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നവർ തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല. സ്റ്റിൽ ഐ എം നോട്ട് അനുമോൾ ഫാൻ. ഞാൻ ആരും ഫാൻ അല്ല. പക്ഷെ എനിക്ക് എന്താ വെച്ചാല് അവർ സംസാരിച്ചോണ്ട് ഇപ്പം സിമിലർ സിറ്റുവേഷൻസ് എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒരിക്കലും ഈ റിയാലിറ്റി ഷോയിൽ പോയിട്ട് കരയണമെന്ന് വിചാരിച്ച ആളൊന്നല്ല ഞാൻ. ബട്ട് സ്റ്റിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയുമ്പം ഞാൻ ഇമോഷണൽ ആയി പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഗോ ത്രൂ ചെയ്ത ഒരു സിറ്റുവേഷൻ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അവർ ഇമോഷണൽ ആവണം വിചാരിച്ച ആവില്ല, അതിൽ ചിലപ്പോ പറയുമ്പോഴോ മേ ബി ഫാമിലി മിസ് ചെയ്തിട്ടോ അങ്ങനെ ആവുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സ്വയം അനുമോളിൽ കാണുന്നുണ്ടോ? അങ്ങനെ കാണുന്നില്ല, ബിക്കോസ് വി ബോത്ത് ആർ എൻ്റയർലി ഡിഫറെന്റ് പേഴ്സൺ. ബട്ട് എനിക്ക് എന്തോ അവര് അവിടെ വുമൻ ലൈക്ക് ഈ ഒരു കരച്ചിൽ കാർഡ് ഇറക്കാൻ വിചാരിച്ചതല്ല, അവരങ്ങനെ ആയി പോയതാകാം. നോറനെ പോലത്തെ ഒരു ഗെയിമറിനെ നോറ ഈ സീസണിൽ ആരെയും കാണുന്നത്? ആരും കാണുന്നില്ല. ഇല്ല കാണുന്നില്ല. അതെന്തുകൊണ്ടാ? ബിക്കോസ് അതിന്റെ ഒരു കാര്യം എന്താ വെച്ചാല്, എന്റെ സീസണിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഗെയിം കളിച്ച ഒരാളായിരുന്നു. ആ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാന്ന് പറഞ്ഞത് ഇറ്റ് വാസ് റിയലി ഹാർഡ്, ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള. ഇപ്പം അനീഷ് ആണെങ്കിലും ഇപ്പൊ ചിലപ്പോ ആളുകൾക്ക് പറയാം അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്നില്ല. ബട്ട് അനീഷ് ഒറ്റയ്ക്ക് കളിക്കുന്ന എല്ലാരെയും വെറുപ്പിച്ച് ലൈക്ക് എല്ലാരുടെ അടുത്തൊന്നും
എന്തിനും മറുപടി കൊടുക്കാതെ തന്നെ. ബട്ട് ഞാൻ അങ്ങനെയല്ലായിരുന്നു. ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് എല്ലാ കാര്യങ്ങളിലും ലൈക്ക് അവിടുന്ന് ഞാൻ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്, ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ ടൈമിൽ ആളുകൾക്ക് ഫുഡ് കാര്യങ്ങൾ എല്ലാത്തിലും ഞാൻ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ ഗെയിം മാത്രമേ ഞാൻ ഇൻഡിവിജ്വൽ കളിച്ചിട്ടുള്ളൂ. ഓക്കെ, മാത്രല്ല എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ വെരി ഓപ്പൺലി ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആരും ഞാൻ കാണുന്നില്ല. ചുമ്മാ അടി ഉണ്ടാക്കാന്നല്ലാതെ അത്ര സ്ട്രോങ് ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് ഇവിടുന്നും എന്താ പറയാ തഗ് ഡയലോഗ്സ് അവിടുന്ന് ഇവിടുന്ന് വരാന്നല്ലാതെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇത് എവിടെയും കിട്ടിയിട്ടില്ല. ഈ രേണുസുതി ഇപ്പോ ബിഗ് ബോസിന്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരിക്കലും നമ്മൾ ഇതുവരെ ഒരു കണ്ടസ്റ്റന്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. അത് അതിന് അതിബുദ്ധി ആപത്ത് എന്നുള്ള പഴഞ്ചൊല്ലുമായിട്ട് ചേർത്ത് വെച്ച് പറയാൻ എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഓൾറെഡി ബിഗ് ബോസിൽ പോവുകയാണെന്ന് മനസ്സിലാക്കി, ഞാൻ ഈ ആഴ്ചയിലെ എവിക്ഷനിലുണ്ട്, എലിമിനേഷനിലുണ്ട്, നിങ്ങൾ എന്നെ മാക്സിമം വോട്ട് ചെയ്ത് സഹായിക്കണമെന്ന് പറഞ്ഞ് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ആ വോട്ടിംഗ് പാറ്റേൺ ഉൾപ്പെടെ അവരുടെ വീഡിയോയിൽ ഒരു എഡിറ്റ് പാറ്റേൺ ഉൾപ്പെടുത്തി കാണിച്ചു കൊടുത്ത് അത് സെറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ സോഷ്യൽ മീഡിയ ടീം, PR ടീം എന്ന് പറയുന്നത്. അത് ശരിക്കും അവരുടെ അവിടുത്തെ നിലനിൽപ്പ് തന്നെ ബാധിക്കില്ലേ ഇനി? ഇല്ല, ഒരിക്കലും ഇല്ല. ബിക്കോസ് അതൊരു സ്മാർട്ട് മൂവ് ആണ്. കാരണം ഈ ഹിന്ദി ബിഗ് ബോസിനെ സിമിലർ ആക്കിയിട്ടാണ് അവരെ PR ടീം ഇപ്പൊ ചെയ്യുന്നത്. എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഹിന്ദി ബിഗ് ബോസിൽ ഏതൊക്കെ കണ്ടസ്റ്റൻസ് ഉണ്ടോ അവരെന്ത് ചെയ്യും വെച്ചാല് അവര് സെറ്റ് ഓഫ് വീഡിയോസ്, ഇതിപ്പം ഇനിയിപ്പോ ഓണം വരുന്നുണ്ടെങ്കിൽ ഓണം ആശംസിച്ച് ചിലപ്പം ഓണത്തിന്റെ വീഡിയോ ഒക്കെ വരാൻ പോകുന്നുണ്ടാവും. ബട്ട് ഇതൊക്കെ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെക്കും. അതായത് ഓണത്തിന്റെ സെലിബ്രേഷൻ അടുത്ത എന്താണോ ഓരോരോ പ്രോഗ്രാംസ് എന്താണോ അതൊക്കെ അവർ ഓൾറെഡി റെക്കോർഡ് ചെയ്യും. എവറി വീക്കെൻഡിൽ പറയാനുള്ളത് ഞാൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ എവിക്റ്റ് ആവുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ ഓൾറെഡി എടുത്തു വെച്ചിട്ടാണ് അവർ പോവാ. എന്നിട്ട് അത് എവറി വീക്കെൻഡ് അവരെ PR ടീം എന്താ പറയാ അപ്ലോഡ് ചെയ്യുക. ബട്ട് പോപ്പുലർ ആയിട്ടില്ല. അപ്പം ഈ PR ടീം കൊടുക്കുക. അപ്പൊ ഞങ്ങളെ സീസണിലാണെങ്കിലും PR ചെയ്യുന്നതിനെ പറ്റി അറിയാത്ത എത്രയോ പേരുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇത് അറിയുന്ന ഇത്ര ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് അത് അവരുടെ ഗെയിമിനെ കുറച്ചുകൂടി പുഷ് ചെയ്യുന്നതാണ്. അത് ഒരു രീതിയിൽ അവർക്ക് പണിഷ്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരിക്കലല്ല. ബിക്കോസ് അങ്ങനെയാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഗെയിം കളിക്കുമ്പോൾ ചെയ്യുന്നത്. ഇപ്പം PR ടീമിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മൾ വിന്നറിനെ ലൈക്ക് ഡിസൈഡ് ചെയ്യുന്നത് PR ആണെന്ന് നമ്മളിപ്പോ ഒരുപാട് കേൾക്കുന്നുണ്ട്. കാരണം ഇപ്പൊ ഒരു സീസണിലാണെങ്കിൽ വിന്നർ ഒട്ടും അർഹതപ്പെടാത്ത വിന്നറാണ്. കാരണം അത് ഏറ്റവും കൂടുതൽ കമന്റ് ബോക്സിലാണ് ഇവൻ ജയിച്ചത് PR കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ്സ് കാണുന്നുണ്ട്. അതിനോട് നോറ യോജിക്കില്ല? ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാല് PR കൊണ്ടാണ് ജയിക്കുന്നത് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ദിൽഷ PR ചെയ്തിട്ടുണ്ടെന്ന്. ദിൽഷ PR ചെയ്തിട്ടില്ലല്ലോ. അതൊരു ലക്ക് ഫാക്ടർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആര് ജയിക്കണം ജയിക്കണ്ട എന്നുള്ള കാര്യം ലക്ക് ഫാക്ടർ. ഈവൻ ഈ കണ്ടസ്റ്റന്റിൽ പല ആളുകളും പെട്ടെന്ന് സിക്ക് ആയിട്ടൊക്കെ പോകുന്ന ആളുകളില്ലേ. അപ്പം ഇറ്റ്സ് നോട്ട് അബൌട്ട് PR ഓർ ഇറ്റ്സ് നോട്ട് അബൌട്ട് സിറ്റുവേഷൻസ്. ഒരു ലക്ക് ഫാക്ടറിൽ ജയിക്കുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു കാര്യം, ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ആരാണോ അവരെ പിടിച്ചു നിന്ന് ഏറ്റവും ലാസ്റ്റിലേക്ക് പോകുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏറ്റവും മാനിപ്പുലേറ്റീവ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ആൾ. എല്ലാ വിന്നേഴ്സും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ടോന്ന് ആലോചിച്ചൊക്കെ ചിന്തിച്ചോക്കട്ടെ. എല്ലാ വിന്നേഴ്സിനും ആലോചിച്ചൊക്കെ. എത്രമാത്രം നമുക്ക് നമ്മളെ തന്നെ മാറ്റി മാറ്റി പറയാൻ പറ്റുന്നു അത്രയും ആലോചിച്ചോക്ക്. എല്ലാ വിന്നേഴ്സിനും ആലോചിച്ചോക്കെ. അവരെല്ലാ സ്റ്റേറ്റ്മെന്റ് ഓരോന്നും മാറ്റി പറഞ്ഞ ആളുകളായിരിക്കും. ഈ ലവ് സ്ട്രാറ്റജി ഒന്നും ഈ സീസണിൽ കാണുന്നില്ല. കിട്ടാങ്ങിട്ടായിരിക്കുന്നു. അയ്യോ, ഇനി വരാൻ ചാൻസ് ഉണ്ടോ? എന്താ നോറയുടെ ഒരു ടേക്ക് അതിനകത്ത്? ആര്യൻ അവിടെ ഉണ്ടെങ്കിൽ, അവിടെ വേറൊരു വൈൽഡ് കാർഡ് വന്നെങ്കിൽ എന്തായാലും നടക്കായിരിക്കും. അതല്ല ഉള്ള കണ്ടസ്റ്റൻസിനെ വെച്ചിട്ട് ഒന്നും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. ആരവിടെ ഇറക്കുന്ന ഇനി അതല്ലെങ്കിൽ ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് അതിലൂടെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു ലവ് സ്ട്രാറ്റജി ചെയ്യാം. അത് അങ്ങനെയൊന്നും അവർ ചെയ്യില്ല. അവര് ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ള കപ്പിൾസ്. അപ്പൊ പിന്നെ അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ആസ് പെർ നൗ. പിന്നെ ആര്യനാണെങ്കിലും ലാലേട്ടനോട് പറഞ്ഞത് അവൻ സിംഗിൾ ആയി കളിക്കും പറഞ്ഞിട്ടാണ് കേറിയത്. ഈ ആര്യന് ഭയങ്കര ഫിസിക്കലി അദ്ദേഹം ഏബിൾ ആണ് എല്ലാ ടാസ്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള ഇപ്പൊ പല ഡിബേറ്റ്സിലൊക്കെ ഉൾപ്പെടുന്ന രീതിയിൽ വളരെ മാന്യനായിട്ടാണ് പുള്ളി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത്. വളരെ പ്രൊഫഷണൽ ആയിട്ട് സംസാരിക്കുന്ന രീതിയിൽ. ഇപ്പൊ ഫിസിക്കൽ എബിലിറ്റിയുടെ അപ്പുറത്ത് ഗെയിമിംഗ് ടാലൻസ് പുള്ളിക്ക് കുറച്ച് ലാക്ക് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ബിഗ് ബോസിൽ ആര് ദ ബെസ്റ്റ് ആയിട്ട് നിലപാട് സംസാരിക്കുന്നുണ്ട് അത് ബേസ് ചെയ്തിട്ടാണ് മുന്നോട്ടേക്ക് പോവുക. അതിപ്പം ഫിസിക്കൽ ടാസ്ക് വേണ്ടെന്നല്ല പറയാം, ഫിസിക്കൽ ടാസ്കും ഒരു ഘടകം തന്നെയാണ്. ബട്ട് ആരാണോ കൂടുതൽ അവിടെ ശബ്ദം ഉയർത്തുന്നത് ഇപ്പൊ ഞാൻ കാര്യം ചോദിക്കില്ല. അപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ ഓപ്പൺ ചെയ്ത് രേണുസുദിന്റെ വീഡിയോ ആണോ ആര്യന്റെ വീഡിയോ ആണോ കൂടുതൽ കാണുന്നത്? അതെന്തുകൊണ്ടാ? PR മാറ്റി വെച്ചാൽ പോലും എല്ലാതും തന്നെ നോക്കി നോക്ക്. ഇപ്പൊ ഡിസ്കസ് ആണ് അല്ലെങ്കിൽ പോട്ടെ, ഇപ്പം ആര്യന്റെ കമന്റ് ബോക്സ് നോക്കുക, രേണുസുദിന്റെ കമന്റ് ബോക്സ്, ഏത് എൻഗേജ്മെന്റ് കൂടുതലും ഡിസ്കഷൻ കൂടുതൽ എവിടെ വരുന്നത്? അവിടെ സൗണ്ട് ഉയർത്തിയോണ്ടാണ്. അപ്പൊ ആര് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ ദാറ്റ് മാറ്റേഴ്സ് ദർ.
ഓക്കെ ഓക്കെ. ഈ വീക്കില് എവിക്ഷനിൽ ആര് പോവാനാണ് ചാൻസ് എന്നാണ് നോർക്ക് തോന്നണേ? മുൻഷീബനിൽ ആര് മുൻഷി രഞ്ജിത്ത്. ഓക്കെ ഓക്കെ. ദാറ്റ് ഗൈ എനിക്ക് തോന്നുന്ന ആളാണ്. നവീനും ഡേഞ്ചർ സോൺ ആയിരുന്നു, പക്ഷെ ആള് എന്റർടൈനിങ് ആയോണ്ട് ആളുകൾ ഇനി നെവിൻ ഈ ശൈത്യയുടെ ഒരു പ്ലാനും അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രാറ്റജിയും അവരുടെ ഇത്ര വരെയുള്ള പെർഫോമൻസ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാല് അവര് ഇതിന് മുമ്പത്തെ റിയാലിറ്റി ഷോയിലുള്ളമാര് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. ഐ വാസ് എക്സ്പെക്ടിങ് ഒന്നും നടക്കുന്നില്ല. ഇത് ചിലപ്പം എനിക്ക് സിറ്റുവേഷൻസ് ഹാപ്പൻ ചെയ്യാത്തോണ്ടാണോ എനിക്ക് തോന്നുന്നത്. നമ്മൾ ഫസ്റ്റ് എവിക്ഷൻ കഴിഞ്ഞ ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുമായിരിക്കും. ഇപ്പൊ തന്നെ ഞങ്ങളെ സീസണിലാണെങ്കിലും ഫസ്റ്റ് വീക്ക് നമ്മളെ രതീശ്വര ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആള് പോയ ശേഷമാണ് പിന്നെയും എന്തുണ്ടായത്, അടുത്തൊരു കണ്ടസ്റ്റന്റിലേക്കും ടോപ്പിക്കിലേക്കും വന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞ ശേഷം ലാലേട്ടൻ ഒരാളെ എവിക്ട് ചെയ്ത ശേഷം മേ ബി ഗെയിം ഇൻട്രസ്റ്റിംഗ് ആവാം. ഇൻ ടൈം ഉണ്ടല്ലോ, 3 മാസം കിടക്കുന്നുണ്ട്. പലപ്പോഴും ആളുകൾ ഈ വിക്ടിം കാർഡൊക്കെ ഇറക്കി പെർഫോം ചെയ്ത് വിജയിച്ച ആളുകളുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ അവരുടെ ഓൺ സ്റ്റോറി ഒക്കെ പറഞ്ഞതിന് ശേഷം അതിനെടുത്ത് മാർക്കറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു കണ്ടസ്റ്റന്റ്, അതായത് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെങ്കിൽ അവരുടെ ജീവിതാനുഭവങ്ങളെ കൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചോ ഒരാൾക്ക് അതിനെ പെർഫോം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരു സ്പോക്ക് പേഴ്സൺ പോലെ ഒരാളായിട്ട് ആരെയാ തോന്നിയിട്ടില്ല ഇതുവരെ, വാക്ചാതുര്യമുള്ള ഒരാളായിട്ട്? അങ്ങനെ എനിക്ക് ആരും തോന്നിയിട്ടില്ല, ടു ബി ഹോണസ്റ്റ്. ഐ മീൻ ഞങ്ങള് സീസൺ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ആരും ഇല്ല. അവിടെ എല്ലാരും ഓരോന്നും ഇറക്കാനല്ലോ, അങ്ങനെ ഇല്ല. പിന്നെയും രേണുസുതി ആണെങ്കിൽ പോലും അവരുടെ ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊന്നും അത്രയും അവിടെ കൊടുത്തിട്ടില്ല. ബിക്കോസ് ഓൾറെഡി പീപ്പിൾ നോ ദാറ്റ്. ശാരിക ചേച്ചിയുടെ ഗെയിമിനെ പറ്റി എന്താ തോന്നുന്നത്? ലൈക്ക് നല്ലൊരു ഗെയിമർ ആണോ? കാരണം പുറത്ത് വെച്ചിട്ട് അത്രയും ഒരുപാട് കോൺട്രവേഴ്സീസ്, ഒരുപാട് ഹോട്ട് സീറ്റ് ഇന്റർവ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം ലൈക്ക് നമ്മളാണെങ്കിൽ ബിഗ് ബോസിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, കാരണം പിന്നെ വേറൊരു കാര്യം, അവരത് അവിടെ ട്രൈ ചെയ്തില്ല എന്ന് ഒരിക്കലും പറയില്ല. ബിക്കോസ് ആര്യന്റെ കൂടെ ഇരുന്നിട്ട് ഒരു കോൺവെർസേഷൻ ദേ ട്രൈഡ് ദർ. ഓക്കെ, എന്താ പറയാ, ഹോട്ട് സീറ്റ് വിത്ത് ആ ഒരു ആളെ പേരെന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ അവർ ചോദിക്കുന്നത് നീ ഇതുവരെ ഏത് സിനിമയിലാന്നുള്ളത്, അങ്ങനെ ഇങ്ങനെ അവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഒരു ആക്ച്വലി ഇറ്റ് വാസ് എ റോങ് ക്വസ്റ്റ്യനിങ്. കാരണം നമ്മളിപ്പോ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി ദാറ്റ് ഡസൻ മീൻസ് നമ്മൾ അപ്പൊ തന്നെ പോപ്പുലർ ആവുന്നത്. ഭയങ്കര റോങ് സ്റ്റേറ്റ്. അതായത് നിങ്ങളിപ്പോ ഒരു ഇന്റർവ്യൂവർ ആയ ശേഷം നിന്നെ എവിടെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻസൾട്ടിങ് അസ് ഇൻ ഫ്രണ്ട് ഓഫ് ലോട്ട് ഓഫ് പീപ്പിൾ, റൈറ്റ്? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് അവരവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്. ബട്ട് അത് അത്രത്തോളം പുറത്ത് കത്തിയില്ല എന്നേ ഉള്ളൂ. അവര് ചെയ്യാഞ്ഞിട്ടല്ല, സിമിലർ 2-3 ആളുകളെ കൂടെ സംസാരിക്കുന്ന സമയത്തും ഇങ്ങനെ അവര് എന്താ ഇത് ചെയ്യുന്ന ചോദിച്ചിട്ടുണ്ട്. ബട്ട് അവർക്ക് ഓപ്പോസിറ്റ് ആ ഒരു ഇത് കിട്ടാൻ, അല്ലെങ്കിൽ അണഞ്ഞു പോകുന്നോണ്ട് ഒരു നനഞ്ഞ പടക്കം വേണേ പറയാം. ഈ അഭിലാഷിന്റെ ഒരു അഗ്രസീവ്നെസ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഒച്ച ഉയർത്തി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത്, അത് അൺവാണ്ടഡ് ആണെന്നാണോ തോന്നുന്നത്? ഡെഫിനറ്റ്ലി അൺവാണ്ടഡ് ആണ്. അതായത് ബിബിയില് ഒച്ച ഉയർത്തത് എന്നല്ല ഞാൻ പറഞ്ഞ, ഒച്ച ഉയർത്തണം. എന്തിനാ ഒരു ഒച്ച ഉയർത്തപ്പോ? ഷാനവാസ് എന്താ തലവേദന ജസ്റ്റ് അഭിനയിച്ചാ പറഞ്ഞ അതിനൊക്കെ എത്ര ഒച്ചേണ്ട ആവശ്യമുണ്ടോ? രേണുസുതില്ലേ തലവേദന? ക്യാപ്റ്റനോട് പറഞ്ഞിട്ട് അത് ക്യാപ്റ്റൻ എന്താ പറയാ, അവൻ അങ്ങനെ എന്താ പ്രിറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞതിനാണ് ഇവൻ വന്നിട്ട് പെർഫോം ചെയ്യുന്ന ഘട്ടത്തിൽ എവിടെയെങ്കിലും ഇവര് പ്രോപ്പർ ബിഗ് ബോസ് മെറ്റീരിയൽ ആണെന്ന് തോന്നിയ ആരെങ്കിലും ഇപ്പൊ ഈ അവസരത്തിൽ പറയാൻ പറ്റുമോ? എനിക്ക് പിന്നെയും ഗിസേലിനാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ബട്ട് എന്താ അറിയില്ല, ആര്യനാണ് എല്ലാ ടാസ്കുകളിലും ഇങ്ങനെ ഒന്ന് മുന്നോട്ട് പോകുന്നത്. ബട്ട് ബീബിന്റെ പണി വെച്ച് നോക്കുമ്പം കിട്ടുന്നത് അനീഷിനുമാണ്. ഇങ്ങനെ എന്തൊക്കെയാണത്? ഈ പണിപ്പുര കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് ഈ സീസണിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പണിപ്പുര കൺസെപ്റ്റ് എങ്ങനെയാ, അത് ഫ്രഷ് ആണോ, എന്താ അതിനെ പറ്റി? സിമിലർ ആയിട്ട് ഞാൻ ബിബിയിൽ ലൈക് ഹിന്ദി സീസണിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് വേറൊരു കാര്യം ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇത് നടക്കോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇവർ ഈ സീസണിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഹിന്ദിയിൽ ഒരു സീസണിൽ ഉണ്ടായിരുന്നു. എന്താ പറയാ, ഈ ഒരു സാധനം കൊടുത്താല്, അതായത് ഒന്നെങ്കിൽ ബേൺ ചെയ്താലോ, ഐ മീൻ അങ്ങനെ ഒരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് അത് ഒഴിവാക്കിയാലാണ് നിങ്ങൾക്ക് റേഷൻ കിട്ടുക എന്നൊരു കൈൻഡ് ഓഫ് ടാസ്ക് ഹിന്ദി സീസണിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു സിമിലർ വേർഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇനി നടക്കോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല. കാരണം ഇതുവരെ ഒരു സീസണിലും ഇതിന്റെ ഫേവറേറ്റ് സാധനം പറഞ്ഞ ഒരു സാധനങ്ങൾ ഇങ്ങനെ
അത് കൊണ്ടുപോയിട്ടില്ലല്ലോ. പിന്നെ ഇങ്ങനെ റേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെടണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പോയത്. സിമിലർ കണ്ടിട്ടുണ്ട്, ഞാൻ തന്നെയാണോ ഇനി അവര് മാറ്റോ? ഈ സീസണിൽ ഏറ്റവും കണ്ടന്റ് കൊടുക്കുന്ന ഒരാളായിട്ട് ആരെയാ ഫീൽ ചെയ്തിട്ടുള്ളത്? വേണു ആൻഡ് അനീഷ്. ഈ ഇപ്പത്തെ സീസണിനെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഇതിന്റെ ഒരു അവസാനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ ഡെസ്റ്റിനി ഷോണിന് തന്നെ പവർ ഉണ്ട്, അതെന്താണെന്ന് ഞാൻ പിന്നെ പറയാം. ചിലപ്പോ എന്റെ മൈൻഡ് മാറുമെന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ ബിഗ് ബോസ് തന്നെ പറയും. അതൊരു പുതുമയായിട്ട് തോന്നുന്നുണ്ടോ? ആക്ച്വലി ഈ സീസണിൽ ബിഗ് ബോസ് നന്നായി കളിക്കുന്നുണ്ട്. ഇവിടെ കണ്ടസ്റ്റൻസ് ഒന്നും ചെയ്യുന്നില്ല, ബിഗ് ബോസ് ആണ് കളിക്കുന്നത്. അത് രസമുണ്ട്. കാരണം എന്താ ആലോചിക്ക്, ഇപ്പം എല്ലാം പോട്ടപ്പോ ഒരിക്കലും അവര് വിചാരിച്ചില്ല അനീഷ് ക്യാപ്റ്റൻ ആവുന്നത്, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ആൻഡ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുണ്ട്. സ്റ്റിൽ ദേ ആർ പ്രിറ്റൻഡിങ് ലൈക്ക് ഓക്കെ എന്ന് അവർ പ്രിറ്റൻഡ് ചെയ്യാണ്. ബട്ട് അവർക്ക് അത് പറ്റുന്നില്ലായിരുന്നു. കാരണം ഒരിക്കലും ആ ആൾ ആവരുതെന്ന് വിചാരിച്ചെടുത്തിട്ട് ബിഗ് ബോസ് എന്താ ചെയ്തത്, എന്നാ അവരാവട്ടെ, നിങ്ങൾ അനുഭവിക്കുക. ഇതാണ്. അപ്പം ബിഗ് ബോസ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ കളിക്കുന്നത്. ഈ ഉറങ്ങുന്ന ആളെ എടുത്തിട്ട് ഡേഞ്ചർ സോൺ വെച്ച് കഴിഞ്ഞാൽ അയാൾ എവിക്റ്റ് ആവുന്നുള്ള പ്ലാൻ ഉണ്ടല്ലോ, അത് എന്തെങ്കിലും രീതിയിൽ വർക്ക്ഔട്ട് ആവും തോന്നുന്നുണ്ടോ? എനിക്ക് അതിൽ ഫീൽ ചെയ്തൊരു കാര്യം എന്താ വെച്ചാല്, നമ്മൾ ഉറക്കൊക്കെ പ്രോപ്പർ ആയിട്ടില്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. എങ്ങനെയൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റോ അത് ട്രൈ ചെയ്യുന്ന മാതിരി ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സീസണിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക, കാരണം മേക്കപ്പ് സാധനങ്ങളൊന്നും കൊടുക്കാണ്ടിരിക്കുക. അപ്പൊ അതൊക്കെ ഒരു ബിഗ് ബോസിന്റെ ഒരു നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നു. അത് ഇത്ര വിസിബിൾ അല്ലെങ്കിലും ഞങ്ങളെ സീസണിലാണെങ്കിലും ഈ ഓരോ സാധനങ്ങൾ ഞങ്ങൾക്ക് അയക്കല് അപ്പപ്പ തരാറില്ല. അതോടെ പിടിച്ചേക്കും 2 ആഴ്ച. ഈവൻ ഞാനൊക്കെ അർജുന്റെ ഡ്രസ്സൊക്കെ എത്രയോ തവണ ഇട്ടിട്ടുണ്ട്, അവന്റെ ഷർട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ബിക്കോസ് എനിക്ക് സാധനങ്ങൾ കിട്ടില്ല. ബട്ട് ഞാൻ തിരിച്ചു വന്നപ്പം എന്റെ വീട്ടിൽ നിന്ന് ഇത്രയും സാധനം കൊടുത്തയച്ചത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് അവരത് പിടിച്ചു വെക്കാം. അപ്പൊ നമുക്ക് കിട്ടാതാകുമ്പോ നമുക്ക് എന്താ ഫീൽ ചെയ്യാറിയോ? എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എനിക്ക് കിട്ടാതാകുമ്പോൾ അയ്യോ പുറത്ത് പ്രശ്നമായോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ വീട്ടുകാർ നമ്മളോട് നമ്മളെന്തെങ്കിലും കാര്യം ഇഷ്ടപ്പെട്ടില്ലേ, ഇനി വീട്ടുകാരുടെ മുമ്പിൽ നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ ആയോ, അങ്ങനെ നമ്മൾ ആലോചിച്ച് കൂട്ടും, നന്നായിട്ട് ഓവർ തിങ്ക് ചെയ്യും. ബിക്കോസ് നമ്മളെ കയ്യിൽ ഫോണില്ല. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാല്, ഈവൻ ഇഫ് നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ട് അവരോട് നല്ലൊരു ഫ്രണ്ട്ലി രീതിയിൽ സംസാരിച്ചാൽ പോലും അതെന്തായിട്ടാ പ്രിറ്റൻഡ് ആവാ പുറത്ത്, അതൊരു ഗെയിമാണ്. ഇനി അവർക്ക് പോലും ഫീൽ ചെയ്യണ്ടാ ഇത് ഇവന്റെ ഗെയിമാണ്. അവിടെ ഒരു ട്രൂ റിലേഷൻ ബിൽഡ് ആവുന്നില്ല, പ്രിറ്റൻഡിങ് ആണ്. പക്ഷെ നിങ്ങളുടെ സീസണിൽ പക്ഷെ ഇങ്ങനെ മേക്കപ്പ് ചെയ്യാൻ സമ്മതിക്കാണ്ടിരിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഇല്ല അങ്ങനെ ഇല്ലായിരുന്നു. ബട്ട് അതാ ഇത്തവണ ബിഗ് ബോസ് കളിക്കുന്നുണ്ട്, അവര് കളിക്കുന്നില്ല, ബിഗ് ബോസ് കളിക്കുന്നുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ കോണ്ടസ്റ്റന്റ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. അവർക്ക് ഈ കോണ്ടന്റിനെ പറ്റി കൃത്യമായിട്ട് ധാരണയുള്ള ആളാണ്. അതെ. പക്ഷെ അവരിൽ ആ പൊട്ടൻഷ്യൽ കാണാൻ പറ്റുന്നുണ്ടോ? സോഫാർ എനിക്ക് തോന്നുന്നു നമ്മള് ഇൻസ്റ്റഗ്രാമില് കൂടുതൽ കോണ്ടന്റ് കൊടുത്തോണ്ടാണ്, അല്ലെ കോണ്ടന്റിനുള്ള ഇടയ്ക്കിടയ്ക്ക് തഗ് ഇടാന്നല്ലാതെ അവര് വലിയ വലിയ കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ വലിയൊരു കോൺവെർസേഷനിലേക്കോ അതിലേക്ക് പോയിട്ടില്ല. ബട്ട് ഇൻസ്റ്റഗ്രാം ക്ലിപ്സിന് വേണ്ട കുറച്ച് സാധനങ്ങൾ എടുക്കുക, അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ കലാഭവൻ സരിക ഒനിൽ അവരുടെ ഗെയിം പാറ്റേൺ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ എന്തായിരിക്കും തോന്നുന്നത്? സോഫാർ ഇവരുടേതും ഞാൻ അധികം ഒന്നും കാണുന്നില്ല. നമ്മൾ കണ്ടാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഓക്കെ ഇവർ ഇതാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും കിട്ടുന്നില്ല. നിലവിൽ നോറ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും അൺഎൻഗേജിങ് ആയിട്ടുള്ള ഒരു സീസൺ ആയിട്ടാണ് ഇതുവരെയും തോന്നിയിട്ടുള്ളത്. ഇത് എന്റർടൈനിങ് ആവണമെങ്കിൽ ചിലപ്പോൾ ഒരു വൈൽഡ് കാർഡിലേക്ക് വേണ്ടി വരുന്നതാണോ ഫീൽ ചെയ്യുന്നത്? അത്ര പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ എപ്പിസോഡിൽ ആര് എവിക്ട് ആവുന്നുണ്ട്, ഇനി ലാലേട്ടന്റെ ഗെയിം എന്താ? ഇപ്പൊ നമ്മള് പ്രൊമോയിൽ എന്താണ് ലാലേട്ടനോട് സേഫ് കളിക്കരുതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഇപ്പൊ ലാലേട്ടൻ വന്ന് എന്താ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ സീസണിലാണെങ്കിൽ ബിഗ് ബോസിന്റെ സൗണ്ട് ഭയങ്കര ഇഷ്ടായില്ല. മേ ബി അവിടെ കൂടുതൽ കോൺവെർസേഷൻ ഞാൻ ബിഗ് ബോസ് ഡേറ്റ് ചെയ്തോണ്ടാണ് അറിയില്ല, എനിക്ക് സൗണ്ട് അങ്ങോട്ട് കൺവിൻസിങ് ആയിരുന്നില്ല എനിക്ക് കേട്ടോ. കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ അറിയില്ല. ഇല്ല, നമുക്ക് എല്ലാവർക്കും ഭയങ്കര കോമഡി ആയിട്ടോ, കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് കൂടി സംസാരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. സെയിം ആള് തന്നെയല്ലേ ചെയ്യുന്നത്? എന്റെ മോഡുലേഷനാണ് വ്യത്യാസപ്പെടുത്തിയിട്ടുള്ളത്. മോഡുലേഷനിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഔട്ട് കേൾക്കുന്നതിന്റെ ആണോന്ന് അറിയില്ല. ആ ഒരു ഘനഗാംഭീര്യം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഒരു മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ നമുക്കൊരു കുറെ സാധ്യതകളുണ്ട്, പക്ഷെ ആ പൊട്ടൻഷ്യലിനനുസരിച്ച് ഇതുവരെയും ഉയരാത്തൊരു സീസൺ ആയിട്ടാണ് ഇതുവരെയും മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ എലിമിനേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നത് മുൻഷിരുചിത്ത് അല്ലാതെ വേറെ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? നെവിൻ, മറ്റേ ശൈത്യ, ഇവരെ 3 പേരിൽ ആരെങ്കിലും ഒരാളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കണ്ടിറങ്ങി കാണാം. എന്തായാലും ഇനി അടുത്തടുത്ത എപ്പിസോഡുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. കുറച്ചുകൂടി പൊട്ടൻഷ്യലും കുറച്ചുകൂടി പൊട്ടിത്തെറിയും ഉണ്ടാകുന്ന എപ്പിസോഡുകൾ വരും എന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ ഒരുപാട് നന്ദി. അടുത്തൊരു റിവ്യൂവും അടുത്തൊരു അനാലിസിസ് വീഡിയോയിലും കണ്ടുമുട്ടാം. ഓക്കെ.